ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ഒന്നൊന്നര സ്പെഷ്യലാണേ. ഇന്ന് അടിപൊളി നല്ല വലിയ കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കിയാലോ. ഇന്ന് കിട്ടിയ കൂന്തൽ ഈ ടൈപ്പ് കൂന്തലാണേ. എനിക്ക് എപ്പോഴും ഈ കൂന്തലിനാണ് കേട്ടോ ടേസ്റ്റ് തോന്നാറ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ടാണ് ബാക്കി പരിപാടികളിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇതേപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലിട്ട് ഒരു 3-4 വിസിൽ ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കൈവച്ച് ഞരടി കൊടുത്തതിന് ശേഷം ഒട്ടും വെള്ളം ആഡ് ചെയ്യാതെ കുക്കറിൽ ഒന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി കുനുകുന അരിഞ്ഞ സവാള ഇടുന്നുണ്ട്. 1 കപ്പ് സവാളയാണ് ഇടുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിനാവശ്യമായ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ ഫ്രൈ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ. വാടി വന്ന ഉള്ളിയിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൂന്തൽ വേവാനുള്ള ഉപ്പ് കൂന്തലിൽ തന്നെ ഇട്ടിട്ടുണ്ടേ. ഇത് മസാലയ്ക്ക് വേണ്ട ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്തത്. ഇനി വെന്ത് വറ്റി വന്ന കൂന്തൽ നമുക്കിതിലേക്ക് തട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലയൊക്കെ എല്ലാ സൈഡിലേക്കും നന്നായിട്ടൊന്ന് പിടിച്ചിട്ടിട്ടെ. ഈ സമയത്ത് നമുക്ക് എരിവ് നോക്കിയതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം കുരുമുളക് പൊടി ആഡ് ചെയ്യാൻ. ഇപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ഫോളോ ചെയ്യണേ.